ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ. നിഷ്കളാത്മാവാനിങ്കലൊക്കെയും സമർപ്പിച്ചു മുക്തി ലക്ഷ്യത്തോടഭിയുക്തരായി ആനന്ദിച്ചു നിൽക്കുന്നോരളവർക്കെത്തിയിടും അനുഗ്രഹം. തൊൽകൃപാവശാലവർക്കെന്തു ചാഞ്ചല്യം പിന്നെ ശത്രുഭാവത്തെ തേടും കശ്മലഭൂതങ്ങൾ തന്നുത്തമാംഗങ്ങൾ തോറും കൂടവേ നടന്നീടാ. ചുറ്റു സന്ദേഹം തോന്നിയിടായിലോ ഭക്തന്മാരിൽ ഉറ്റ വാത്സല്യം ഭവാനെപ്പോലെ മറ്റാർക്കുള്ളൂ. നിത്യവും അതുകൊണ്ടൊന്നിക്ഷിതി ഭാരം തീർത്തു സത്യധർമാദികളെ രക്ഷിപ്പാനായിക്കൊണ്ടൊരു മർത്യവിഗ്രഹം ധരിച്ചിങ്ങവതരിച്ചിടും. തൽസ്വരൂപത്തെ തെളിവോട് കണ്ടനുവേലം സജ്ജനങ്ങൾക്കു പല ജാതിയും സേവിക്കാവോന്ന്. അർജുനാത്മന കർമ്മമുക്തി വന്നിടും വണ്ണം നിന്തിരുവടി സത്വഗുണവാനല്ലെന്നാകിൽ അന്തരാവിജ്ഞാനമില്ലെന്നു വന്നതും പണ്ടേ സന്തതം ഗുണപ്രധാനാത്മകനാകും തവ ചിന്തനാദികൾ കൊണ്ട് ഭക്തന്മാർ തെളിഞ്ഞിടും. ഭക്തന്മാർ തെളിഞ്ഞു സേവിച്ചു നിന്നിടും നേരം നിത്യസത്യാത്മാനീയും എത്രയും പ്രസാദിക്കും. പ്രസാദത്താൽ അധർമ്മങ്ങളൊക്കവേ നീങ്ങും. അപ്പോഴുതത്യാനന്ദം പ്രാപിക്കും ജഗത്തെല്ലാം. ഹിതമുള്ള അനുഗ്രഹശക്തി കൊണ്ടുലകിട അത്യന്തം പരിപാലിക്കുന്ന നീ ഇതു കാലം പൃഥ്വിയിൽ വസുദേവപുത്രനായി അവതരിച്ചാത്തൽ ഈർപ്പതിനെങ്ങും സഞ്ചരിച്ചിടും. വിധോ തൃക്കടൽ ചുവട്ടടയാളങ്ങളെല്ലായിടവും ചക്രശങ്കാബ്ജ മത്സ്യകുലിസാധ്യലങ്കൃതം ദൃഷ്ടമായി ചമകയാൽ ഇത്രിലോകികൾ മഹാദിഷ്ടവാന്മാരായി വന്നാരിഷ്ടലാഭത്താലെങ്ങും നിഷ്കളാത്മാവായി തെളിഞ്ഞുൾക്കമലാനന്ദനായി നിൽക്കുന്ന നിനക്കുണ്ടോ ജനനമെന്നല്ലേ ചിത്തസന്ദേഹം? അത് നിന്നുടെ മഹാമായാവൃത്തികളത്രേ. വികൽപ്പഭ്രമം നിനക്കില്ല നിശ്ചയം. എന്നാകിലും തദ്രജോ ഗുണവശാൽ വിശ്വസൃഗ്ഭാവം പൂണ്ട് സൃഷ്ടിച്ചിടുന്നു ലോകം. കതൃനന്ദനകുലഭൂഷണാകാരം പൂണ്ട് രുദ്രനായി തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും സത്വമാശ്രയിച്ചവനായ മാധവ സുഭൂരിത്തമാത്മനാ ഛായാമായയാ നിരന്തരം മത്സ്യകച്ചവ ഗിരീന്ദ്രോത്തമ നരഹരിവത്സ നാരദ
വ്യാസകപില ദത്താത്രേയ യജ്ഞഭാർഗവ പൃഥിമോഹിനി ഹരിഹയ സുജ്ഞരാഘവ സനകാദികൾ പല പല ദുഷ്ടനിഗ്രഹകരണാവതാരങ്ങൾ ചെയ്തോര് ഇഷ്ടഭക്താഭിമത ദത്തദൈവമേ ഹരേയ ആ ആ ആ ആ ആ ഓ നമോ ഭഗവതേ വാസുദേവായ.